നമസ്കാരം എസ് ടി വി ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. പാലക്കാട് വിജയരഥമേറി UDF. NDA ശക്തി കേന്ദ്രങ്ങളിൽ വരെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കുതിപ്പ്. ചേലക്കര ചെങ്കടൽ തന്നെ UR പ്രദീപിന്റെ വിജയം 10,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. അറ്റകുറ്റപ്പണികൾക്കായി ലക്കിടി റെയിൽവേ ഗേറ്റ് അടച്ചത് മേഖലയിൽ യാത്രാ പ്രതിസന്ധി രൂക്ഷമാക്കി. ഗേറ്റ് അടച്ചിരുന്ന സാഹചര്യങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന സമീപത്തെ ഓവുപാലം ഉൾപ്പെടുന്ന പാത സഞ്ചാരയോഗ്യമാക്കണമെന്ന് യാത്രക്കാർ. ഷൊർണൂരിൽ പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന് അല്പസമയത്തിനകം തിരിതെളിയും. നാടകോത്സവം KVR സ്കൂളിലെ ബാൽസൻ നഗറിൽ. ഷൊർണൂരിലിനി നാടകസന്ധികൾ. വാർത്തകൾ വിശദമായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയത് മിന്നുന്ന വിജയം. കന്നി അംഗത്തിൽ തന്നെ 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് രാഹുൽ വിജയക്കൊടി പാറിച്ചത്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വരെ രാഹുലിന്റെ കുതിപ്പ് കാണാനായപ്പോൾ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തായി. പാലക്കാട്ട് ത്രില്ലടിപ്പിച്ച ലീഡ് നില മാറിമറിഞ്ഞെങ്കിലും ഒടുവിൽ വമ്പൻ വിജയത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തി. ഷാഫിയുടെ ഭൂരിപക്ഷം മറികടന്നാണ് രാഹുലിന്റെ ആധികാരിക വിജയം. നഗരമേഖലയിൽ BJP ആധിപത്യം കാണിച്ചെങ്കിലും ആദ്യ മണിക്കൂറുകളിലെ വെല്ലുവിളി മറികടന്ന് രാഹുൽ കുതിപ്പ് ആരംഭിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നഗരസഭയിൽ ഇത്തവണ BJPക്ക് വോട്ട് കുറഞ്ഞത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി. ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ മികച്ച വിജയം നേടുമെന്ന് തന്നെയായിരുന്നു UDFന്റെ പ്രതീക്ഷ. കോൺഗ്രസ് വിട്ടുവന്ന P സരിനിലൂടെ ഏറെക്കാലത്തിന് ശേഷം മണ്ഡലം പിടിക്കാമെന്ന LDF കണക്കുകൂട്ടലുകൾ പിഴച്ചു. നിയമത്തിന് ശേഷം കൃഷ്ണകുമാറിലൂടെ പാലക്കാട് 2ാമത്തെ അക്കൗണ്ട് തുറക്കാമെന്ന BJPയുടെ പ്രതീക്ഷയും മങ്ങി. പാലക്കാട്ടേത് കൂട്ടായ്മയുടെ വിജയമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. പാലക്കാടിന്റെ വിജയമാണിത്. പാലക്കാട് ആഗ്രഹിച്ച വിജയം. സ്ഥാനാർത്ഥിയെന്ന നിലയിൽ ഇത്രയും ഭാഗ്യം കിട്ടിയവർ വേറെയുണ്ടാകില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. BJPയുടെ ശക്തി കേന്ദ്രമായി കരുതുന്ന പാലക്കാട് നഗരസഭയിലടക്കം രാഹുലിന് മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാനായി. UDF ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണിയപ്പോഴാണ് രാഹുലിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചത്. അത്ര റെക്കോർഡ് ഭൂരിപക്ഷമാണ്. ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പത്രക്കാരെ മുമ്പിൽ പറഞ്ഞിരുന്നു, പത്രസമ്മേളനം നടത്തി പറഞ്ഞു പാലക്കാട് ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷമാവെന്ന് പറഞ്ഞു. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ UDF ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മുഴുവൻ പഞ്ചായത്തിൽ ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞു. സർവകാല റെക്കോർഡിന് ജയിച്ചിരിക്കുകയാണ്. വളരെ സമചിത്തതയോടുകൂടി അതിനെ നേരിട്ടു. തുടക്കക്കാരനാണെങ്കിൽ പോലും വലിയ പക്വത അക്കാര്യത്തിൽ കാണിച്ചു. പാർട്ടിയും മുന്നണിയും MP ആണെങ്കിലും MLA 2 MPമാരും അവരും മര്യാദ വിടാതെ അതിനോട് പ്രതികരിച്ചു. പക്ഷെ ഞങ്ങൾ അനുഭവിച്ച പ്രയാസം, ഞങ്ങൾ നേരിട്ട പ്രതിസന്ധി, വ്യാജ ആരോപണങ്ങൾ, വ്യക്തി അധിക്ഷേപം, അത് ഞാൻ പ്രത്യേകമായി രാഹുലിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ആ സമനില ആരുടെ ആണെങ്കിലും നഷ്ടപ്പെടുന്ന തരത്തിലായിരുന്നു. പക്ഷെ സമചിത്തതയോടുകൂടി അദ്ദേഹം അതിനെ നേരിട്ടു. ഒരു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ അതിനെപ്പറ്റി ഇപ്പോഴും കമന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്നെ കള്ളപ്പണക്കാരനാക്കി. ഒരു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിലല്ലേ ഒരു സ്ഥാനാർത്ഥിയോട് അങ്ങനെ ചെയ്യാൻ പാടുന്നു? ഒരു മനുഷ്യനോട് അങ്ങനെ ചെയ്യാൻ പാടുന്നു? പിരായിരിയിൽ രാഹുലിന്റെ ലീഡ് കുത്തനെ ഉയർന്നു. BJPയുടെ വലിയൊരു ശതമാനം വോട്ട് കോൺഗ്രസ് പിടിച്ചെടുത്തു എന്ന് തന്നെയാണ് രാഹുലിന്റെ ഭൂരിപക്ഷം സൂചിപ്പിക്കുന്നത്. ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയുണ്ടായ മണ്ഡലത്തിൽ ഫലപ്രഖ്യാപനം കഴിഞ്ഞതോടെ LDF സ്ഥാനാർത്ഥി സരിന്റേത് നിറം മങ്ങിയ പ്രകടനമായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇത്തവണയും ഇടതുപക്ഷത്തിന് 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 1957 മുതൽ 2021 വരെ 16 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് 11 തവണ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ 5 തവണ ഇടതുമുന്നണി വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ BJPയാണ് മണ്ഡലത്തിൽ 2ാമത്. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലും പാലക്കാട് നിയമസഭാ മണ്ഡലം UDFനെയാണ് പിന്തുണച്ചത്. 2011 മുതൽ തുടർച്ചയായി 3 തവണ ഷാഫി പറമ്പിൽ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കരയിൽ ചേയിലോട് UR പ്രദീപ്. ചേലക്കര നിലനിർത്തി LDF വിജയം 12,201 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. LDF കുതിപ്പ് മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ആധിപത്യം നിലനിർത്തി. ചിത്രത്തിലില്ലാതെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. ഞങ്ങൾ നടത്തിയ സത്യസന്ധമായ പ്രവർത്തനമാണ് ജനം ഇപ്പോൾ മറുപടി തന്നിട്ടുള്ളത്. വലിയ തോതിലുള്ള നുണപ്രചരണങ്ങളാണ് അഴിച്ചുവിട്ടത്. ഒന്നും സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത പോലുള്ള നുണകളും അതുപോലെ തന്നെ വർഗീയപരമായുള്ള ചേരിതിരിവും വരെ ജനങ്ങളിൽ കുത്തിവയ്ക്കാനുള്ള ഇടപെടൽ നടത്തിയത്.
അതെല്ലാം ജനം തള്ളിക്കളഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ പ്രതിനിധികൾ ജയിച്ചു വന്നപ്പോൾ നടത്തിയ പ്രവർത്തനം, സ്ഥാനാർത്ഥികളായി വരുമ്പോൾ പറയുന്ന വാക്കുകൾ, ഇതെല്ലാം ജനങ്ങളുടെ 100% വിശ്വാസമാണ് തെളിയിക്കുന്ന ഒരു മറുപടിയാണെന്ന് ജനം കണ്ടത്. UR പ്രദീപിന്റെ വിജയം LDFനെ സംബന്ധിച്ചിടത്തോളം ജീവശ്വാസം പകർന്ന വിജയം കൂടിയാണ്. അതിനുള്ള പ്രധാന കാരണം രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം ഇതാദ്യമായാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കുന്നത്. 1996 മുതൽ ഇടതുപക്ഷത്തെ മാത്രം വിജയിപ്പിച്ച പാരമ്പര്യമുള്ള ചേലക്കര നിയോജകമണ്ഡലം ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. ആദ്യം വോട്ടെണ്ണി തുടങ്ങിയ വരവൂർ പഞ്ചായത്ത് മുതൽ മുഴുവൻ പഞ്ചായത്തുകളിലും UR പ്രദീപ് മേധാവിത്വം തുടർന്നപ്പോൾ ചേലക്കര സമ്മാനിച്ചത് LDFന് 12,201 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ആകെ പോൾ ചെയ്ത 1,56,426 വോട്ടിൽ UR പ്രദീപിന് 64,259 വോട്ട് ലഭിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് ലഭിച്ചത് 52,137 വോട്ടാണ്. BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണന് 33,354 വോട്ടും ലഭിച്ചു. UDF പ്രതീക്ഷ വെച്ചിരുന്ന കൊണ്ടാടി, പഴയന്നൂർ, തിരുവില്ലാമല പഞ്ചായത്തുകളിൽ ഒന്നും തന്നെ രമ്യ ഹരിദാസ് ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. ഇടതുകോട്ടയെന്നറിയപ്പെട്ടിരുന്ന ചേലക്കരയിൽ ഇത്തവണ സർവ്വസന്നാഹവുമായിരുന്നു UDF പ്രചരണം. KPCC പ്രസിഡന്റ് മുതൽ പ്രതിപക്ഷ നേതാവ് വരെ നിറഞ്ഞു നിന്നിരുന്ന UDF പ്രചരണങ്ങൾക്കൊന്നും UR പ്രദീപ് എന്ന നേതാവിന്റെ വ്യക്തിപ്രഭാവം മറികടക്കാനായില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം. തൃശൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന ചേലക്കരയിൽ തൃശൂർ പൂരം വിവാദവും കരുവന്നൂർ അഴിമതിയും തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നെങ്കിലും അതൊന്നും ചേലക്കരയിൽ ഏശിയില്ലെന്നു വേണം കരുതാൻ. 2021 മണ്ഡലത്തിൽ K രാധാകൃഷ്ണന് ലഭിച്ച 39,400 എന്ന വലിയ ഭൂരിപക്ഷത്തിൽ നിന്ന് LDF പിറകിലേക്ക് പോയെങ്കിലും 2016 UR പ്രദീപ് മണ്ഡലത്തിൽ ആദ്യമായി മത്സരിച്ചപ്പോൾ ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ ഇത്തവണ അത് 2000-ലധികമായി വർദ്ധിച്ചിട്ടുണ്ട്. വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിൽ LDFനെ സംബന്ധിച്ച് ചേലക്കരയിലെ വിജയം ചെങ്കടിയുടെ ശോഭ ഉയർത്തുന്നത് തന്നെയാണെന്ന് പറയേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഉത്സവപ്പറമ്പായ വിക്ടോറിയ കോളേജ് പരിസരം ആദ്യ റൗണ്ടിൽ BJP സ്ഥാനാർത്ഥി ലീഡ് നേടിയെങ്കിലും ആത്മവിശ്വാസം കൈവെടിയാതെയുള്ള ആഘോഷത്തിലായിരുന്നു UDF ക്യാമ്പ്. പാലക്കാട് നഗരസഭാ പരിധിയിൽ 10,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ടാക്കി വിജയം കൈപ്പിടിയിൽ ഒതുക്കാമെന്നാണ് BJP ക്യാമ്പ് ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. ഇതിന്റെ സൂചന നൽകും വിധമായിരുന്നു ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ. എന്നാൽ പിന്നീട് കാര്യങ്ങൾ തകിടമറിഞ്ഞു. BJP സ്ഥാനാർത്ഥി മുന്നിട്ട് നിന്നപ്പോഴും UDF ക്യാമ്പിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്നില്ല. പ്രവർത്തകർ ആഘോഷ സജ്ജരായി വിക്ടോറിയ കോളേജ് പരിസരത്തുണ്ടായിരുന്നു. BJP സ്വാധീന മേഖലയിൽ ഉൾപ്പെടെ വോട്ട് നേടി രാഹുൽ വിജയിക്കുമെന്ന UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസമാണ് ഫലം വന്നതോടെ യാഥാർത്ഥ്യമായത്. 2011 ലഭിച്ചതിനേക്കാൾ 7,000 വോട്ടിലധികം നഗരപരിധിയിൽ കുറഞ്ഞതോടെ BJP മത്സരത്തിൽ അപ്രസക്തമായി. പിരായിരി പഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച ലീഡ് വർധന CPM സ്വാധീന മേഖലയായ മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിലും രാഹുൽ തുടർന്നതോടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആഘോഷം സജീവമായി. അക്ഷരാർത്ഥത്തിൽ വിക്ടോറിയ കോളേജ് പരിസരവും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളും മാത്തൂർ, കണ്ണാടി, പിരായിരി പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളും ഉത്സവ പറമ്പുകളായി മാറുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പരാജയ കാരണങ്ങൾ ബൂത്തടിസ്ഥാനത്തിൽ പരിഹരിച്ച് തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്ന് NDF സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. പാലക്കാട് BJPക്ക് തിരിച്ചുവരവ് സാധ്യമല്ലാത്ത മണ്ഡലമല്ല. വാര്യർക്കും നായർക്കുമൊന്നും മണ്ഡലത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാനായിട്ടില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. E ശ്രീധരൻ മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ പാലക്കാട് മണ്ഡലത്തിൽ 3000-ഓളം വോട്ടുകളുടെ കുറവുണ്ടായിട്ടുണ്ടെന്ന് C കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടി. അത് E ശ്രീധരന് ലഭിച്ച വ്യക്തിപരമായ വോട്ടുകളാണ്. അല്ല, അത് ഞങ്ങളുടെ അടിസ്ഥാന വോട്ട് ഞങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്.
16 ഞങ്ങൾക്ക് കിട്ടിയത് ഏകദേശം 40,000 വോട്ടാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടിയത്, ഞാൻ മത്സരിച്ച സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയത് 40,000-അടുത്ത വോട്ടാണ്. ആ 40,000-അടുത്തുള്ള വോട്ടറിനെ ഞങ്ങൾക്ക് ഇന്നും കിട്ടിയിട്ടുണ്ട്. അതിൽ ശ്രീധരൻ സാർ മത്സരിച്ച സമയത്ത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അദ്ദേഹത്തെ പോലുള്ളൊരു ലോകം മുഴുവൻ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാൾക്ക് എക്സ്ട്രാ ഒരു പേഴ്സണൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 43,000 വോട്ട് കിട്ടി. അതിൽ ഒരു 3,000 വോട്ടിൻ്റെ കുറവ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ പരിശോധിക്കും എന്തുകൊണ്ടാണ് ഞങ്ങൾ കുറവ് വന്നത്. ഞങ്ങളുടെ ജനകീയ അടിത്തറ ഞങ്ങളുടെ വിപുലീകരിക്കാനുള്ള കാര്യങ്ങൾ നഗരസഭയിലും അതുപോലെ തന്നെ പഞ്ചായത്തിലും ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ 2 സീറ്റിലേക്ക് 84 ഒതുങ്ങിയ പാർട്ടിയാണ്. ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായിട്ട് ഞങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു തിരിച്ചടിയല്ല. 3 തവണ കോൺഗ്രസ് ജയിച്ച മണ്ഡലമാണിത്. ഇവിടെ ഒരു വാര്യർക്കും നായർക്കും ഒരു എഫക്റ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഒരാളെങ്കിലും പാർട്ടി വിട്ടു പോയിട്ടുണ്ടോ എന്ന് കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് ചോദിച്ചു. സന്ദീപിന് പോക്കറ്റ് നിറഞ്ഞു. ഒരുപക്ഷെ സ്ഥാനവും കിട്ടുമായിരിക്കും. ചാനലിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ വളർന്ന ആളല്ല താൻ. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചാണ് മുന്നോട്ട് വന്നത്. 10-20 കൊല്ലം പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടും ഒരു പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ ധൈര്യമില്ലാത്ത ആളാണ് സന്ദീപെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ഒരു വാര്യരും ഒരു നായരും ഇതിലൊരു ബാധകമല്ല. ഒരു നായർക്ക് ഒരു വാര്യർക്ക് ഇതിലൊരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇത് അങ്ങനെ വാര്യർ എഫക്റ്റ് ഒന്നുമല്ല. അതൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരാൾ പാർട്ടി വിട്ടുപോയോ? അദ്ദേഹം പറഞ്ഞ സ്ഥലങ്ങളിൽ BJPക്ക് ഒരു വോട്ട് കുറഞ്ഞു, വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തില്ല. അപ്പോൾ ഒരു എഫക്റ്റും ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് ഗുണമുണ്ടായിട്ട് ഇപ്പോൾ പോക്കറ്റ് നിറഞ്ഞു. ഇനി എന്തെങ്കിലും സീറ്റ് കിട്ടുകയാണെങ്കിൽ അവിടുന്ന് വാങ്ങിക്കോട്ടെ. MP രാജേഷ് മത്സരിച്ച കാലത്ത് 44,000 വോട്ടുകൾ കിട്ടിയ CPM-നാണ് തിരിച്ചടി. മാധ്യമങ്ങൾ അത് ചർച്ചയാക്കുന്നില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ഭരണപക്ഷത്തെയോ പ്രതിപക്ഷത്തെയോ ആണ് പരിഗണിക്കാറുള്ളത്. അതിൽ കൂടുതൽ പരിഗണനയാണ് BJPക്ക് പാലക്കാട്ട് ലഭിക്കുന്നതെന്നും കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടി. കൽപ്പാത്തിയിൽ തിരിച്ചടിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ തരംഗമുണ്ടായതിനെക്കുറിച്ച് പഠിക്കും. മുനമ്പം വിഷയം പ്രതിഫലിച്ചോ എന്നത് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ ലഭ്യമായാലേ പറയാനാകൂവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോൺഗ്രസ് വിമതനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി തെരഞ്ഞെടുപ്പ് അംഗം കൊഴിപ്പിച്ചിട്ടും പാലക്കാട് 3ാം സ്ഥാനത്ത് നിന്ന് കരകയറാതെ LDF. സംഘടനാശക്തിയും സരിന്റെ പ്രചരണവും തുണയ്ക്കുമെന്ന ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ പാലക്കാട് പാടെ തെറ്റി. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് പുറത്തുവന്ന ഡോക്ടർ സരിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയാണ് LDF തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞത്. സംഘടനാശക്തിയും സരിന്റെ പ്രചരണവും തുണയ്ക്കുമെന്നായിരുന്നു LDFന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഈ കണക്കുകൂട്ടലുകൾ പാടെ തെറ്റി. LDF പാലക്കാട്ട് 3ാം സ്ഥാനത്തു തന്നെ. കണ്ണാടി, മാത്തൂർ തുടങ്ങിയ ഇടതു സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ പോലും LDFന് വോട്ട് കുറഞ്ഞു. 14 റൗണ്ട് വോട്ടെണ്ണലിൽ ഒരിക്കൽ പോലും ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ചിത്രത്തിൽ പോലും ഇടം പിടിച്ചില്ല. തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യം വെച്ച് 2 പത്രങ്ങളിൽ LDF നൽകിയ പരസ്യം അവർക്ക് തന്നെ തിരിച്ചടിയായെന്ന് വേണം വിലയിരുത്താൻ. LDFന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ട കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ വ്യക്തമായത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട്ടേത് മതേതരത്വത്തിന്റെ വിജയമെന്ന സന്ദീപ് വാര്യർ. ജനം ഒറ്റക്കെട്ടായി UDFന് വോട്ട് ചെയ്തു. നഗരപ്രദേശത്തെ വോട്ടർമാരോട് പ്രത്യേക നന്ദിയുണ്ട്. ഫലമറിഞ്ഞ് വിക്ടോറിയ കോളേജിലെത്തിയ സന്ദീപ് വാര്യരെ തോളിലേറ്റിയാണ് UDF പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചത്. പതിനെട്ടാമത് പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന് അല്പസമയത്തിനകം തിരിതെളിയും. നാടകോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീനാചന്ദ്രൻ നിർവഹിക്കും. ഷൊർണൂർ KVR ഹൈസ്കൂളിലെ ബാലനഗറിൽ സജ്ജീകരിച്ച വേദിയിൽ അരങ്ങിലെത്തുക 10ഓളം പ്രൊഫഷണൽ നാടകങ്ങൾ. അറ്റകുറ്റപ്പണികൾക്കായി 2 ദിവസത്തേക്ക് ലക്കിടി റെയിൽവേ ഗേറ്റ് അടച്ചതോടെ പ്രതിസന്ധിയിലായി യാത്രക്കാർ. ഗേറ്റ് അടച്ചിടുന്ന സാഹചര്യങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന റെയിൽവേ ഗേറ്റിന് സമീപത്തെ ഓവുപാലം ഉൾപ്പെടുന്ന പാത നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. അറ്റകുറ്റപ്പണികൾക്കായി റെയിൽവേ ഗേറ്റ് അടച്ചതോടെ സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ആംബുലൻസ്, സ്വകാര്യ ബസ്സുകൾ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവയൊക്കെ ബുദ്ധിമുട്ടി. ഒറ്റപ്പാലത്ത് നിന്നുള്ള സ്വകാര്യ ബസ്സുകൾ ലക്കിടി ഗേറ്റിലെത്തി മടങ്ങി. തിരുവിലാമലയിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകളും ഗേറ്റിന് മറുഭാഗത്തു വന്ന് തിരിച്ചുപോയി.
വിദൂരങ്ങളിൽ നിന്നും അറിയാതെ വന്ന നൂറുകണക്കിന് വാഹനങ്ങൾ ഇവിടെ എത്തി മടങ്ങി. ഇരുചക്ര വാഹനങ്ങളാകട്ടെ സമീപത്തെ ഓവുപാലത്തിനിടയിലൂടെ സാഹസികമായാണ് കടന്നുപോയത്. ഇടയ്ക്കിടയ്ക്കുള്ള റെയിൽവേ ഗേറ്റ് അടച്ചിരുന്നത് വാഹനയാത്രക്കാരെയും സ്വകാര്യ ബസ്സുകളെയും പ്രതിസന്ധിയിലുമാക്കുന്നുണ്ട്. 2 മാസത്തിനിടെ 4 തവണയാണ് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടത്. യാത്രക്കാർ ബസ്സിറങ്ങി റെയിൽവേ പാത കടന്നു വേണം മറുഭാഗത്തെത്താൻ. റെയിൽവേ ഗേറ്റ് അടച്ചിട്ടാൽ സമീപത്തെ ദുർഘടം പിടിച്ച ഓവുപാലമാണ് ഇരുചക്ര വാഹനക്കാർക്ക് ഏക ആശ്രയം. ഈ പാത കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായതോടെയാണ് വാഹനയാത്രക്കാരും ഏറെ ദുരിതത്തിലായത്. താൽക്കാലികമായെങ്കിലും ഈ പാത സഞ്ചാരയോഗ്യമാക്കിയിരുന്നെങ്കിൽ ചെറിയ വാഹനങ്ങൾക്കെങ്കിലും കടന്നുപോകാമായിരുന്നു എന്ന ആവശ്യവും ഉയരുന്നുണ്ട്. 4 വട്ടം ഗേറ്റ് അടവും. അതിൻ്റെ ഇടയ്ക്ക് ഈ അടിയിൽ കൂടെ പോണേൽ ഈ കുറച്ച് ഭാഗം അവർ മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ കല്ല് മുട്ടിയ ഏതെങ്കിലും വയ്യാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കയറി വരുമ്പോൾ അപ്പോൾ ആൾക്കാർ വീണ വണ്ടിക്ക് കേട് ആൾക്കും കേട്. റെയിൽവേ മേൽപ്പാലത്തിനായി മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്ഥലം സർവേ നടത്തിയിരുന്നെങ്കിലും തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ഈ ഗേറ്റ് ഈ മാസം 3ാമത്തെ പ്രാവശ്യമാണ് അടച്ചത്. അതായത് കഴിഞ്ഞ ആഴ്ച 5 ദിവസം, അതിന് മുമ്പ് 4 ദിവസം, ഇപ്പോൾ 2 ദിവസം. ജനങ്ങൾക്കും ബസ്സുകാർക്കും എല്ലാവർക്കും വലിയ പ്രശ്നം തന്നെയാണ്. നമുക്ക് അത്യാവശ്യമായിട്ടൊരു മേൽപ്പാലത്തിൻ്റെ അത്യാവശ്യമാണ്, അർജൻറ്റാണ്. അത് കാലങ്ങളായി ഇവിടെ ഇത് അളവ് കോലുകൾ കഴിഞ്ഞു എന്ന് പറയുന്നതല്ലാതെ ഇതിന് യാതൊരു പ്രതിവിധി ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി സർക്കാർ തന്നെ ഒന്ന് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയുന്നത്. സമീപത്തെ ഓവുപാത സഞ്ചാരയോഗ്യമാക്കി തരണമെന്നാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും പ്രധാന ആവശ്യം. ഇടക്കിടക്ക് നമ്മൾ അടച്ചിടുകയാണെങ്കിൽ കൂടി മറ്റേ റെയിൽവേ ട്രാക്കിൻ്റെ അടിയിൽ കൂടെ ഓവുപാലം പോകുന്നുണ്ട്. അത് 10-30 വർഷം മുമ്പേ തന്നെ, 35 വർഷം മുമ്പേ തന്നെ ഡെയിലി മണൽ ലോറികൾ 10-30 ലോറികൾ മണൽ കയറ്റിയിട്ട് വന്നിരുന്ന ഭാഗമാണ്. അന്നൊന്നും യാതൊരു തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അത് ക്ലിയറാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ചെറുവണ്ടികൾക്കൊക്കെ അടിയെ പാസിട്ട് പോകുന്നേ ഉള്ളൂ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ എത്ര അടച്ചിട്ടാലും ഒരു കുഴപ്പമില്ല. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ വീണ്ടും അതിനുള്ള സൗകര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഒരു അടച്ചിടല് മാത്രമേ ഉള്ളൂ. 2 മാസം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സംവിധായകൻ ലാൽ ജോസ് അന്തരിച്ച നടൻ മേഘനാഥന്റെ വീട് സന്ദർശിച്ചു. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ലാൽ ജോസ് 1 മണിക്കൂറോളം അവർക്കൊപ്പം ചെലവഴിച്ചാണ് മടങ്ങിയത്. ശനിയാഴ്ച രാവിലെ 11:30യോടെയാണ് ലാൽ ജോസ് അന്തരിച്ച നടൻ മേഘനാഥന്റെ വാടാനംകുറിശ്ശിയിലെ തറവാട്ട് വീട്ടിലെത്തിയത്. അമ്മ ശാരദ ബാലൻ കെ നായർ, മേഘനാഥന്റെ ഭാര്യ സുസ്മിത, മകൾ പാർവതി, ജ്യേഷ്ഠൻ RB അനിൽകുമാർ, മറ്റ് കുടുംബാംഗങ്ങൾ തുടങ്ങിയവരുമായി ലാൽ ജോസ് സംസാരിച്ചു. തൻ്റെ സിനിമാരംഗത്തെ പ്രവേശനത്തോളം പഴക്കമുള്ളതാണ് മേഘനാഥനുമായുള്ള ബന്ധമെന്ന് ലാൽ ജോസ് പറഞ്ഞു. വിയോഗം തീർത്തും അപ്രതീക്ഷിതമായി. മേഘനാഥൻ ഞങ്ങളുടെ ഉണ്ണി ആയിട്ടുള്ള ബന്ധത്തിന് എൻ്റെ കരിയറിൻ്റെ പ്രായമുണ്ട്. 27 വർഷം മുമ്പ് മറവത്തൂർ കനവ് എന്ന് പറയുന്ന സിനിമയിൽ, എൻ്റെ ആദ്യ സിനിമയിൽ ഉണ്ണി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന് പറയുന്ന 2ാമത്തെ സിനിമയിലും ഉണ്ണി ഉണ്ടായിരുന്നു. അത് തുടർന്ന് പോകേണ്ടതായിരുന്നു. 2ാം ഭാവം ചെയ്യുന്ന സമയത്ത് ഉണ്ണിയെ വിളിച്ചപ്പോൾ ഏത് TV സീരിയൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നു. അപ്പം ഞാനന്ന് ദേഷ്യപ്പെട്ടു, സിനിമ വിട്ടിട്ട് സീരിയൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഉണ്ണി ഭയങ്കര പ്രാക്ടിക്കലായിരുന്നു. ഉണ്ണി പറഞ്ഞാൽ അത് ഒരു സ്ഥിരമായിട്ടുള്ള ഉറപ്പുള്ളൊരു ഇൻകമാണ്. സിനിമ ഒരെണ്ണം കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതിന് കാത്തിരിക്കണ്ട. അപ്പം അതും ശരിയാണെന്ന് തോന്നി. പിന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ഓർമ്മിപ്പിക്കുന്ന സ്വഭാവം ഉണ്ണിക്ക് ഉണ്ടായിരുന്നു. ഞാൻ 2 സിനിമ കഴിഞ്ഞു. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഉണ്ണീനെ കാണുന്നത്. നല്ല ആരോഗ്യമുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ ആയിരുന്നു എന്നും മനസ്സിൽ. പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം കാണുമ്പോൾ ഉള്ള രൂപവ്യത്യാസം കണ്ടപ്പോൾ ഷുഗർ ഒക്കെ വന്നാൽ സംഭവിക്കാവുന്ന കാര്യമായിട്ടാണ് ഞാൻ കരുതിയത്. ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു വിയോഗം ഉണ്ടാകുമെന്ന് കരുതിയില്ല. 1 മണിക്കൂറോളം കുടുംബാംഗങ്ങൾക്കൊപ്പം ചെലവഴിച്ചാണ് ലാൽ ജോസ് മടങ്ങിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലക്കിടി പാമ്പാടി റോഡിൽ യാത്രക്കാർക്ക് ഭീഷണിയായി തേനീച്ചക്കൂട്. ലക്കിടി രാമകൃഷ്ണപ്പടി റേഷൻ കടയ്ക്ക് സമീപമുള്ള മരത്തിലാണ് വലിയ തേനീച്ചക്കൂട് രൂപപ്പെട്ടിട്ടുള്ളത്. ലക്കിടി രാമകൃഷ്ണപ്പടി റേഷൻ കടയ്ക്ക് സമീപമാണ് മരത്തിൽ വലിയ തേനീച്ചക്കൂട് രൂപപ്പെട്ടിട്ടുള്ളത്. 2 മാസത്തിലേറെയായി വിദ്യാർത്ഥികൾക്കടക്കം തേനീച്ചയുടെ കുത്തേറ്റതായി പരാതിയുണ്ട്. നിരവധി വിദ്യാർത്ഥികളും യാത്രക്കാരും ഇതുവഴി ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത്.
പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് തേനീച്ചക്കൂട് ഇവിടെ നിന്ന് നീക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ലക്കിടി പാമ്പാടി പ്രധാന പാതയിലാണ് തേനീച്ചക്കൂട് സ്ഥിതി ചെയ്യുന്നത്. സമീപത്തുള്ള ആൽമില് വലിയൊരു തേനീച്ചക്കൂടുണ്ട്. അത് അടിയന്തരമായി മാറ്റണം. കുട്ടികൾക്ക് ഭീഷണിയാണ്. ചെറിയ കുട്ടികൾ പോണതാണ്. അതിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത് അടിയന്തരമായി മാറ്റി കിട്ടണം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വിളയൂർ ഭിന്നശേഷി സൗഹൃദ അംഗൻവാടി നിർമ്മാണം പൂർത്തിയാവുന്നു. മുഹമ്മദ് മൂസിൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടും വിളയൂർ പഞ്ചായത്തിന്റെ പ്രത്യേക ഫണ്ടും ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മുഹമ്മദ് മൂസിൻ MLA സ്ഥലം സന്ദർശിച്ചു. 12 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്കായി മുഹമ്മദ് മൂസിൻ MLAയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുള്ളത്. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി മുൻകൂട്ടി തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഭിന്നശേഷി സൗഹൃദ ഇൻക്ലൂസീവ് വിദ്യാലയങ്ങളാക്കി മാറ്റാനുള്ള പദ്ധതി MLAയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ലെന്ന പൊതുബോധം സൃഷ്ടിക്കുകയെന്ന ബൃഹത്തായ ഉദ്ദേശവും ഈ പദ്ധതിക്കുണ്ട്. പുതുതായി നിർമ്മിക്കുന്ന അംഗൻവാടിയിൽ ഭിന്നശേഷിക്കാർക്കായി പ്രത്യേകം ക്ലാസ് മുറികൾ സജ്ജമാക്കിയിട്ടുണ്ടെങ്കിലും ബാരിക്കേഡുകളൊന്നുമില്ലാതെ എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് അംഗൻവാടി വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭിക്കുന്ന രീതിയിലായിരിക്കും ഈ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ. ഫിസിയോതെറാപ്പി അടക്കമുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ, വൈസ് പ്രസിഡന്റ് നൌഫൽ, വാർഡ് മെമ്പർ രാജി മണികണ്ഠൻ, മുരളി മണികണ്ഠൻ എന്നിവരും സന്ദർശന വേളയിൽ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ ഭിന്നശേഷി അംഗൻവാടിയാണ് നമ്മുടെ വിളയൂര് ഇപ്പൊ യാഥാർത്ഥ്യമാകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സ്പെഷ്യൽ കുട്ടികൾ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി അവർക്ക് അതിനനുയോജ്യമായ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഭിന്നശേഷി അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പാലക്കാട് ജില്ലയിൽ നേരത്തെ ഇതുപോലെയുള്ള അംഗൻവാടി ഇല്ല. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് കേരളത്തിലാകെ ഭിന്നശേഷി അംഗൻവാടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളുമായി പാലക്കാട് ജില്ലയിൽ ഇപ്പൊ പലയിടത്തും ഇതിന്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് വിജയരഥമേറി UDF. NDA ശക്തി കേന്ദ്രങ്ങളിൽ വരെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കുതിപ്പ്. ചേലക്കര, ചെങ്കടൽ തന്നെ UR പ്രദീപിന്റെ വിജയം 10,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. അറ്റകുറ്റപ്പണികൾക്കായി ലക്കിടി റെയിൽവേ ഗേറ്റ് അടച്ചത് മേഖലയിൽ യാത്രാ പ്രതിസന്ധി രൂക്ഷമാക്കി. ഗേറ്റ് അടച്ചിരുന്ന സാഹചര്യങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന സമീപത്തെ ഓവുപാലം ഉൾപ്പെടുന്ന പാത സഞ്ചാരയോഗ്യമാക്കണമെന്ന് യാത്രക്കാർ. ഷൊർണൂരിൽ പ്രഭാതം ഭാരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന് അല്പസമയത്തിനകം തിരിതെളിയും. നാടകോത്സവം KVR സ്കൂളിലെ ബാൽസൻ നഗറിൽ. ഷൊർണൂരിലിനി നാടകസന്ധ്യകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.